ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ, ഇപ്പോൾ ലിജോ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതുല്യ അമ്മയുമായി നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും പറയുന്നത് താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ആത്മഹത്യ തന്നെയാണ് എന്ന് അനുമാനിക്കാമോ ഈ ഘട്ടത്തിൽ? അനുസരിച്ച് മൃതദേഹം കണ്ടത് ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് അജ്മാനിൽ പോയി തിരിച്ചു വന്നപ്പോൾ മൃതദേഹം കാണുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. പക്ഷേ നേരത്തെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മദ്യപിച്ച് ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് സഹോദരി അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ വിഭജികയുടെ കേസും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യക്ക് ശേഷം ഇത്തരം പീഡനങ്ങൾ പുറത്തേക്ക് വരികയും എന്നാൽ ഇതിനു മുമ്പ് ഈ രാജ്യത്ത് അത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പോലീസിൽ അറിയിക്കുകയോ കൃത്യമായി അത് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ആത്മഹത്യ ചെയ്തതിനു ശേഷമായിരിക്കും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരിക. അത് പലപ്പോഴും ഇവിടത്തെ നിയമപ്രകാരം ഒരു ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് മരണത്തിന് മുമ്പേ നേരത്തെ ഈ പീഡനം നടക്കുന്ന സമയത്ത് തന്നെ അത് പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കേസ് എടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടുത്തെ നിയമവൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ കേസിലും അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കേസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കേസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അതിനു മുമ്പേ ഇരുവരും അത് ഒത്തുതീർപ്പിലെത്തുകയും പിന്നീട് ജീവിതം തുടർന്നു കൊണ്ടുപോവുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്നാണ് ഇപ്പോൾ ലിജോ പറഞ്ഞതനുസരിച്ച് ഇന്ന് ജന്മദിനം കൂടിയാണ്, അതേപോലെ പുതിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ദിവസമാണ്. അപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ഇത്തരം വാർത്ത പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ഷാർജ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പുകൾക്ക് ശേഷമായിരിക്കും ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളത് പുറത്തു വരിക. അമൃത. ഷിനോജ്, ഇപ്പോൾ അതുലിയുടെ മൃതദേഹം എവിടെയാണുള്ളത്? ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തുടർ നടപടികൾക്കായി. ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിലാണ് അതുലിയുടെ മൃതദേഹം ഉള്ളത്. ശരി. ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷാർജയിൽ വിപഞ്ചിക എന്ന യുവതി ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതിനിടയിലാണ് വീണ്ടും അതേ രൂപത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. മലയാളി യുവതി കൊല്ലം സ്വദേശിനിയാണ് അതുല്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിൽ ഭാര്യയെ ആദ്യം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അവർ തന്നെയാണ് പോലീസിൽ അറിയിച്ചത്. പക്ഷേ അപ്പോഴും ഈ ഭർത്താവ് നിരന്തരമായി ഇവരെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. അത് നാട്ടിൽ പരാതി ഉൾപ്പെടെ പോലീസിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്.